എല്ലാവർക്കും നമസ്കാരം. ഇടവക്കൂറുകാരുടെ 2026 ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇടവക്കൂറുകാർക്ക് ഇത് വിശ്രമമില്ലാത്ത വിജയങ്ങളുടെ മാസമാണ്. കാരണം മാസത്തുടക്കത്തിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഓരോന്നായി കർമ്മസ്ഥാനത്തിലേക്ക് മാറുകയും മാസാവസാനം 5 ഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്തിൽ ഒന്നിച്ചു കൂടുന്നതോടെ ജോലിയിൽ വലിയ മാറ്റങ്ങളും 11ലെ ശനി മൂലം സാമ്പത്തിക നേട്ടങ്ങളും ഇടവക്കൂറുകാരെ തേടി വരുന്നതാണ്. കരിയറിൻ്റെ കാര്യത്തിൽ ഫെബ്രുവരി മാസം ഇടവക്കൂറുകാർക്ക് വളരെ നിർണായകമാണ്. ഫെബ്രുവരി 1 മുതൽ 13 വരെ ജോലി സംബന്ധമായ യാത്രകൾക്കും ട്രെയിനിങ്ങുകൾക്കും അവസരം ലഭിക്കും. ഫെബ്രുവരി 14 മുതൽ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വലിയ അധികാരം കൈവരും. പറയുന്ന വാക്കിന് വിലയുണ്ടാകും. ഫെബ്രുവരി 23 മുതൽ ജോലിഭാരം അധികരിക്കുമെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കാനും ഈ സമയം വളരെ അനുകൂലമാണ്. സാമ്പത്തികമായി ഇടവക്കൂറുകാർക്ക് ഇത് അനുകൂലമായ സമയമാണ്. കാരണം ലാഭസ്ഥാനത്ത് ശനി നിൽക്കുന്നതും 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതും മൂലം സ്ഥിരമായ വരുമാനമുണ്ടാകും. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. ഫെബ്രുവരി 6 ശുക്രൻ 10ലേക്ക് മാറുന്നതോടെ ബിസിനസ് വിപുലീകരിക്കാൻ സാധിക്കും. ഇത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. 4ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ കുടുംബപരമായ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണം. കാരണം പുറത്തെ ജോലിയിൽ വലിയ വിജയങ്ങൾ നേടുമ്പോഴും വീട്ടിലെത്തിയാൽ മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥ കേതു ഉണ്ടാക്കിയേക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മസ്ഥാനത്ത് ഇത്രയും ഗ്രഹങ്ങൾ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ ജോലിയുടെ സമ്മർദ്ദം കാരണം രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടും. ഇനി നക്ഷത്രഫലങ്ങളെ നോക്കാം. കാർത്തിക നാളുകാർക്ക് ഫെബ്രുവരി 13 മുതൽ സർക്കാർ തലത്തിൽ അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും. പിതാവിൻ്റെ സഹായമുണ്ടാകും. രോഹിണി നാളുകാർക്ക് രാശിനാഥനായ ശുക്രൻ ഫെബ്രുവരി 6 തൊഴിൽ സ്ഥാനത്തിലേക്ക് മാറുന്നതോടെ കലാരംഗത്തുള്ളവർക്കും സ്ത്രീകൾക്കും വലിയ അംഗീകാരം ലഭിക്കും. മകരം നാളുകാർ ഈ മാസം ദേഷ്യം നിയന്ത്രിക്കണം. അതേസമയം പോലീസ്, പട്ടാളം തുടങ്ങിയ യൂണിഫോമുള്ള ജോലികളിലുള്ളവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന സമയമാണിത്. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ഫെബ്രുവരി മാസം ഇടവക്കൂറുകാർ വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളെ അവഗണിച്ച് ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ വലിയ സാമ്പത്തിക നേട്ടം നേടാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.